അല്ലാതെ മതി. ഓഹ്, ആ സമീർ റെസി തന്നൊരു പണി. ഏതായാലും രാത്രി ഏതാന്നായി. പകലാണെങ്കിൽ സ്റ്റുഡിയോയിലാണെങ്കിൽ ആ ഷാവുലിൻ്റെ മുമ്പിലെത്തിയ വലിച്ചു കയറി ഒട്ടിച്ചനെ. എന്തപ്പം നമ്മൾ ടീമിന് പറ്റിയത്? CSK നോക്കുമ്പോൾ അവരെ കളി ടീം മോശം നിൽക്കാം. നമുക്കെന്താ കിടിലം ബൗളിങ്, കിടിലം ബാറ്റിങ് ഒക്കെ ഉണ്ടായിട്ട് തോൽക്കടേ. പാണ്ടില്ലാത്ത തന്നെ അല്ലേ? പാണ്ടി ഉണ്ടായിരുന്നെങ്കിലേ ഓൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട് കാണിച്ചാൽ കുറച്ചുകൂടി റണ്ണ് വന്നേനെ. പിന്നെ ക്യാപ്റ്റൻസിയും സൂര്യനൊക്കെ നല്ലത് പാണ്ടി തന്നെയാണ്. അല്ലാ, ഷാവുലുള്ള വിളിച്ചത് പെട്ട മട്ടാട്ടാ. ഹലോ, എന്തിയപ്പോ ഇന്നേരത്ത് എന്തിയെ? അതാ ഞാൻ ചോദിക്കണം. എന്തപ്പോ ഈ നേരത്തെ ഒരു കാറില്ലാതെ മഴ ചെയ്യുന്ന പോലെ ഒരു കോള്? ചെങ്ങായി, ഞാൻ എവിടേക്കും പോവൂല. രാവിലെ സ്റ്റുഡിയോ കണ്ട് വരും. അപ്പൊ പറഞ്ഞാ പോരെ? ഇത് നേരത്തെ വിളിച്ചു പറയാൻ മാത്രം എന്താ അത്ര വലിയ അർജന്റ്? എന്തിപ്പോ ഉണ്ടായിരുന്നോ? അഞ്ച് കപ്പുള്ളവരെ ഞങ്ങള് തോൽപ്പിച്ചു. ഒരു കപ്പില്ലാത്ത ടീം. അതൊക്കെ എന്താ പറയാ, എപ്പോഴെങ്കിലും ഒക്കെ സംഭവിക്കണാണ്. ആ സമീറിന്റെ അടിയല്ലേ ഓനെന്തോ, ആ സമീറിന്റെ അടിയല്ലേ ഓനെന്തോ പറ്റിക്കണം. ഇപ്പൊ രണ്ടാമത്തെ കളിയിലന്മാരെ അടി എന്തോ ഒരു ഭാഗ്യത്തിന് ഇങ്ങനെ അടിച്ചു പോകുന്നുണ്ട്. ഞങ്ങൾക്ക് എന്താ സംഭവിച്ചറിയോ? ഇനിയിപ്പോ അധികമൊന്നും ഉണ്ടാവൂല. ക്ലാസ് ഒക്കെ കണക്കന്നെ ആകെ അടിച്ച്. ഞങ്ങൾക്ക് എന്താ വെച്ചാലേ, ഇപ്പൊ ഞങ്ങളെ ക്യാപ്റ്റൻ ഇല്ലല്ലോ, മൂപ്പർക്ക് വെജാതായില്ലേ. അതന്നെ ഒരു വലിയ ഷോക്കായി പോയി. ഞങ്ങളെ ഹാർദിക് അല്ല, ക്യാപ്റ്റൻസി ഒക്കെ ഉള്ള കാര്യം പറയാലോ. സംഭവം ഹാർദിക് തന്നെയാണ് ഉസാറ്, ഇവനെക്കാളും സൂര്യനെക്കാളും. പിന്നെന്താ പ്രശ്നം എന്താ വെച്ചാല്, ഞങ്ങളെ ഹിറ്റ്മാനെ കയറ്റിരുത്തിയത് ശരിയായില്ല. ഇമ്പാക്ട് സമയത്ത് മൂപ്പര് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ പുതിയ തന്ത്രങ്ങൾ വന്നേ. അങ്ങനല്ല, അവിടെ ഇവിടെയൊക്കെ കുറച്ച് പാളിച്ച പറ്റി, അത്ര തന്നെ. അല്ല, അതിപ്പോ എന്താ വെച്ചാ മൂപ്പർക്ക് കുറച്ച് പ്രായമൊക്കെ ആയില്ലേന്ന് വിചാരിച്ചിട്ട് കയറ്റിയതേക്കാരം. അങ്ങനൊന്നുമില്ല ചേട്ടാ. ഇടക്കൊരു റെസ്റ്റ് കൊടുക്കാനുള്ള ഉദ്ദേശമുള്ളൂ. സൂര്യ ഇപ്പൊ ഇന്ത്യന്റെ ക്യാപ്റ്റൻ അല്ലേ എന്ന് വിചാരിച്ചാണ്ടായിക്കാരം. അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. ഞങ്ങള് ക്യാപ്റ്റൻ ഇല്ലാത്തോണ്ട് തോറ്റ്, അത്ര തന്നെ. അല്ലാതെ എന്തോ പറ്റി. ഏതായാലും പക്ഷെ നമ്മളെ ഇവനൊക്കെ നല്ല ഉസാറ് കളി തന്നെയാണ് ബാറ്റിങ്ങിൽ. നമ്മളെ രോഹിത്തും പിന്നെ നമ്മളെ സൂര്യൊക്കെ സൂപ്പർ കളി തന്നെയല്ലേ കളിച്ചേ. അത്ര മോശമൊന്നുമല്ല. ഞാൻ പറഞ്ഞേ, ക്യാപ്റ്റൻ ഉണ്ടായിരുന്നെങ്കിലേ, ഞങ്ങളെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 10-25 റണ്ണും കൂടി അധികം വരുവായിന്ന്. ഫിനിഷ് ചെയ്യാൻ മൂപ്പർ ഉഷാറാണ്. അല്ല, നിങ്ങളെ രാഹുൽ ഇപ്പൊ 10 കളി കളിച്ചണേ. കഴിഞ്ഞ കളിയിലും ഈ കളിയിലും ഒന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ വലിയ വർത്താനൊന്നും പറയണ്ട. അത്രേ ഉള്ളൂ. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഇതിപ്പോ എന്താ പറയാ, ഇതാ സമീർ കണ്ട് അടിച്ചോണ്ട് അവൻ ജയിച്ചും കൂട്ടിക്കോളി. നിസാങ്ക് അത്ര വലിയ കൺസിസ്റ്റന്റ് കളിക്കാരനൊന്നും അല്ല. ഇന്നിപ്പോ എന്തൊക്കെ കണ്ട് അടിച്ച്. ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് അവിടെ ഇവിടെയൊക്കെ പാളിച്ച് പറ്റി. ആ ബോൾട്ടിനൊക്കെ കളിപ്പിച്ചതായിരുന്നു. കാര്യമില്ല, അങ്ങനൊന്നുമല്ല. ഞങ്ങൾക്കിപ്പോ ഇത് വലിയ പുത്തരിയൊന്നുമല്ല. എല്ലാ കൊല്ലം ഫസ്റ്റ് കളി തോൽക്കലുണ്ട്. ഇപ്രാവശ്യം രണ്ടാമത്തെ കളി തോറ്റു, അത്ര തന്നെ. എല്ലാ കൊല്ലം 2 കളി കളിച്ചുമ്പോ ഞങ്ങൾ ഒരു കളി ജയിച്ചൽ തന്നെയാണ് എല്ലാ കൊല്ലവും തുടക്കത്തില്. അപ്പൊ ആ കോട്ട് കൂട്ടിയാ മതി, മനസ്സിലായില്ലേ? ആദ്യത്തെ 2 റൗണ്ടിൽ ഞങ്ങൾ ഒരു കളി ജയിക്കും, അത് സ്ഥിരം അങ്ങനല്ലേ. അപ്പൊ ആ രൂപത്തില് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒന്നും ഇവിടെ പറ്റിയിട്ടില്ല, അത്ര തന്നെ ഉള്ളൂ. ഏതായാലും നിങ്ങൾ എന്തോ ഭാഗ്യത്തിന് നിങ്ങൾ ജയിച്ചു പോകുന്നുണ്ട്. കപ്പൊക്കെ നിങ്ങൾ എത്തൂല. ആ സമീറിന്റെ അടിയോണ്ട് ജയിച്ചു, അത്ര തന്നെ ഉള്ളൂ. ഇതിനുള്ള അവസാനത്തെ ടേക്ക് അവേ അതാണ്. കളിയില്ല. ഇന്ന് ഞങ്ങൾക്ക് എന്തോ പറ്റി, അത്ര തന്നെ ഉള്ളൂ. നിങ്ങൾ എന്തോ ഭാഗ്യത്തിന് ജയിച്ചും കൂട്ടിക്കോളി. ബാക്കി നമുക്ക് കളിച്ചുകൊണ്ട് ജയിച്ചു, ഭാഗ്യം പറയണ്ട. ഇന്നിപ്പോ ഇതെന്താ, എല്ലാ ടീമിനും ചില ദിവസങ്ങൾ ഒരു മോശം ദിവസം ഉണ്ടാവും. അങ്ങനത്തെ ഒരു ബാഡ് ഡേ, ഒരു ഓഫ് ഡേ ഞങ്ങൾക്ക് എന്ന് വിചാരിച്ച് മുംബൈ ഇന്ത്യൻസ് ദൈവത്തിന്റെ പോരാളികളാണെന്നും ആരും ഇപ്പൊ തള്ളി പറയാൻ നിൽക്കണ്ട കേട്ടാ. അപ്പൊ ശരി, നമുക്ക് ബാക്കി നാളെ സ്റ്റുഡിയോന്ന് കാണാം. ശരി. ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓൻ നമ്മളെ അവസരമാക്കും. അപ്പൊ ഓന് പറയാൻ അവസരം കൊടുക്കാതെ അങ്ങോട്ട് പറഞ്ഞാണ്ടേ ആണ്ട് കഴിച്ചിലാക്കുക. എന്നാലും ഇപ്പൊ എന്താ നമ്മൾ ടീമിന് പറ്റിയേ?